അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചാമ വെച്ചിട്ടൊരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഈ ചാമയുടെ അരി എടുത്തിട്ട് വീഡിയോ എടുത്തിരുന്നു, അത് റെക്കോർഡായില്ല. അപ്പം ഞാൻ 1 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം 3-4 പ്രാവശ്യം കഴുകിയിട്ടാണ് ചാമ വേവിക്കാൻ വെച്ചത്. അത് ഒരു പകുതി വെന്ത് വരുമ്പോൾ നമ്മൾ ചവ്വരിയും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കിയത് വേണം അതിലേക്ക്. പിന്നെ കുറച്ച് ഏലക്കായ് പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചതാണ്. ഇനി നമ്മളിതിലേക്ക് ഈ ശർക്കര ഉരുക്കിയത് അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കണേ. ഞാനിതിലേക്ക് 2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. പശുവിൻ പാലാണ്, തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല. നല്ലോണം ഇളക്കി കൊടുക്കും. ഇനി നമ്മളിതിലേക്ക് ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നെയ്യിൽ തൂമിച്ചെടുക്കണം. അത് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ മുന്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചേർത്ത് കൊടുക്കും. ഭയങ്കര ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.